ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് GST പാർട്ട് 47 ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 22/12/2020 പുറത്തു വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 94/2020 ആണ്. അതിൽ ഒരുപാട് ചേഞ്ചസ് പുതുവർഷത്തിലേക്ക് ഒരുപാട് ചേഞ്ചസ് GST ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത്. അതാണ് ഒരു പുതിയ റൂൾ 86B എന്നാണ് പറയുക. ഇന്നത്തെ ടോപ്പിക്കിൽ, ഇന്നത്തെ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. എന്താണ് റൂൾ 86B എന്നത്, ഇനി ഏത് കണ്ടീഷനിലാണ് ഈ റൂൾ 86 ബാധ്യത ടാക്സ് പേയർക്ക് ഉണ്ടാവുന്നത്, ഏത് കണ്ടീഷനിലാണ് ഒരു രജിസ്റ്റേർഡ് ടാക്സ് പേയർക്ക് റൂൾ 86B ബാധ്യത ഇല്ലാത്തത്. ഇങ്ങനെ 3 കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണവും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. 22/12/2020 ഈ നോട്ടിഫിക്കേഷൻ വന്നു. ഈ റൂൾ 86B കുറിച്ചുള്ള ഡീറ്റെയിൽസും വന്നതെങ്കിലും ഈ കുറച്ച് ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഈ അക്കൗണ്ട്സ് ഫീൽഡിൽ, അല്ലെങ്കിൽ ഈ ടാക്സുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ, GST ഫീൽഡിൽ ഏറ്റവും ഡിസ്കഷൻ നടന്ന ഒരു പോയിന്റും ഇതാണ്. എനിക്ക് തോന്നുന്നു ഈ സമയം കൊണ്ട് തന്നെ പല സംഘടനകളും ഇതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പല ഡിസ്കഷനുകളും ലേഖനങ്ങളും പല ബ്ലോഗുകളൊക്കെ എഴുതി കഴിഞ്ഞു. കാരണം ഇത് കുറച്ചും കൂടി ടാക്സ് പേയേഴ്സിനെ ബുദ്ധിമുട്ടിലാക്കുന്ന, ഇത് മാത്രമല്ല ഈ നോട്ടിഫിക്കേഷൻ 94/2020 ഒരുപാട് ടാക്സ് പേയേഴ്സിനെ ബുദ്ധിമുട്ടിലാക്കുന്ന പോയിന്റ്സുകളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇത് തന്നെയാണ്, റൂൾ 86B എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും തന്നെ അതാത് മാസത്തെ ടാക്സ് അടക്കാൻ ബുദ്ധിമുട്ടുന്ന ടാക്സ് പേയേഴ്സിനെ ഒന്നുകൂടി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു റൂളാണിത്. അതായത് അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിൽ ഒന്നുകൂടി ഒരു ടൈറ്റ് സൃഷ്ടിക്കുന്ന ഒരു റൂളാണിത്. നമുക്ക് നോക്കാം എന്താണ് റൂൾ 86B, ഏത് കണ്ടീഷനിലാണ് ഇവർക്ക് രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സിന് ഈ ബാധ്യത വരുന്നത്, ഏത് കണ്ടീഷനിലാണ് വരാതിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കുക. GST നോട്ടിഫിക്കേഷൻ നമ്പർ 94/2020 സെൻട്രൽ ടാക്സ് ഡേറ്റഡ് 22/12/2020. ഇത് നിലവിൽ വരുന്നത് ആപ്ലിക്കബിൾ 1 January 2021. നോക്കുക, റൂൾ 86B ഹാസ് ബീൻ introduced, which has imposed 99% restriction on ITC available in electronic credit ledger of registered person. This means 1% of output liability to be paid in cash. അതായത് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ ഇൻപുട്ട് മുഴുവൻ നമുക്ക് അതാത് മാസത്തെ ഔട്ട്പുട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് തൊട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. 1%, അതായത് 99% ഈ ITC എടുക്കാം, 1% ക്യാഷ് വെച്ചിട്ട് തന്നെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ ടാക്സ് ബാധ്യത അടച്ചു തീർക്കണമെന്നാണ് പറയുന്നത്. ഇനി ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് അങ്ങനെ ബാധ്യത വരുന്നത് നോക്കാം. കണ്ടീഷൻ: ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ വേർ ദ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ other than exempted and export turnover in a month exceeds ₹50 lakh. That is exceeds 50 lakh rupees. നോക്കുക, കണ്ടീഷൻ ഏതാണ്? അതായത് ടാക്സബിൾ സപ്ലൈ, ടാക്സബിൾ ടേൺ ഓവർ ഏതൊഴികെയുള്ളത്? അതർ ദാൻ എക്സംപ്റ്റഡ് ആൻഡ് എക്സ്പോർട്ട് ടേൺ ഓവർ. എക്സംപ്റ്റഡും എക്സ്പോർട്ട് ടേൺ ഓവറും ഒഴികെയുള്ള ടാക്സബിൾ സപ്ലൈ ഒരു മാസം 50 ലക്ഷത്തിന്റെ മുകളിൽ പോകുന്ന രജിസ്റ്റേർഡ് ടാക്സ് പേയർക്കാണ് ഈ ന്യൂ റൂള് 86B അപ്ലൈ ചെയ്യാനുള്ള ബാധ്യത വരുന്നത്. അങ്ങനെയുള്ള പാർട്ടിയാണ് ലയബിൾ ആവുന്നത്. ഒരു മാസം 50 ലക്ഷത്തിന്റെ മുകളിൽ രജിസ്റ്റേർഡ് പാർട്ടിയുടെ ടാക്സബിൾ സപ്ലൈ വരുന്നുണ്ടെങ്കിൽ, ഏതൊഴികെ എക്സംപ്റ്റഡും എക്സ്പോർട്ട് ടേൺ ഓവറും ഒഴികെയുള്ള ടാക്സബിൾ സപ്ലൈ 50 ലക്ഷത്തിന്റെ മുകളിൽ പോകുന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റേർഡ് ടാക്സ് പേയർ ഈ റൂൾ 86B അപ്ലൈ ചെയ്യാൻ വേണ്ടി, അത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ 99% ഇൻപുട്ട് വെച്ചിട്ട് സെറ്റിൽ ചെയ്യാം, ബാക്കി 1%
ക്യാഷ് ഉപയോഗിച്ചിട്ട് വേണം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ഔട്ട്വേർഡ് സപ്ലൈ 99% അവരുടെ ഇൻപുട്ടിൽ നിന്ന് എടുത്തിട്ട് സെറ്റിൽ ചെയ്യാം. ലയബിലിറ്റിയുടെ ഔട്ട്പുട്ടിന്റെ 1% ക്യാഷ് ഉപയോഗിച്ചിട്ട്, മാൻഡേറ്ററി ആയിട്ട് ക്യാഷ് ഉപയോഗിച്ചിട്ട് വേണം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കുക, ഈ രജിസ്റ്റേർഡ് പാർട്ടിക്ക് ഏത് സാഹചര്യത്തിൽ ഈ റൂൾ 86B നിന്ന് ഒഴിവാകും. നോക്കുക, ഒന്ന്, വേർ ദ ടാക്സ് പേയർ ഹാസ് പെയ്ഡ് ഇൻകം ടാക്സ് എക്സീഡിംഗ് ₹1 lakh ഇൻ 2 preceding financial year. ഒരു പോയിന്റ് പറയുന്നത്, ഒരു ടാക്സ് പെയർ ഏതൊക്കെയാ? പ്രൊപ്പറേറ്ററോ, കമ്പനിയോ, പാർട്ട്ണർഷിപ്പോ, അങ്ങനെയൊക്കെയാ നോർമലി ഉള്ള കേസിൽ. പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പ്രൊപ്പറേറ്റർ, കമ്പനി ആണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ എനി ഓഫ് 2 പാർട്ട്ണർ. അവർ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ, അതായത് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷത്തിൽ കൂടുതൽ അവരുടെ ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഏത് വേണ്ട? റൂൾ 86B അപ്ലൈ ആവില്ല. എങ്ങനെയാണ് നോക്കുക, ആ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പ്രൊപ്പറേറ്റർ, കമ്പനി ആണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, ഫേം ആണെങ്കിൽ എനി ഓഫ് 2 പാർട്ട്ണർ 1 ലക്ഷത്തിൽ കൂടുതൽ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം ഇൻകം ടാക്സ് ഇനത്തിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ റൂൾ 86B നിന്ന് ഒഴിവാണ്. ക്ലിയർ? സെക്കൻഡ്, ദ ടാക്സ് പെയർ ഹാസ് റിസീവ്ഡ് എ റീഫണ്ട് എമൗണ്ട് ഓഫ് മോർ ദാൻ 1 lakh rupees in the preceding financial year on account of unutilized ITC under section 54 of CGST Act 2017. Second clause എന്താണ് നോക്കുക, the taxpayer has received a refund amount of more than 1 lakh. അതായത് അൺയൂട്ടിലൈസ്ഡ് ഐ ടി സി പ്രകാരം കഴിഞ്ഞ പ്രീസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ, കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ത് കിട്ടിയിട്ടുണ്ടാകണം അവർക്ക്? റീഫണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ റീഫണ്ട് ലഭിച്ച പാർട്ടിയാണെങ്കിൽ, GST ഇനത്തിൽ റീഫണ്ട് ലഭിച്ച പാർട്ടിയാണെങ്കിൽ, എങ്ങനെയുള്ള റീഫണ്ട്? അൺയൂട്ടിലൈസ്ഡ് ITC ഇനത്തിൽ റീഫണ്ട് ലഭിച്ച പാർട്ടിയാണെങ്കിൽ, കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ട് ലഭിച്ച പാർട്ടിയാണെങ്കിൽ. ക്ലിയർ? അപ്പൊ മുകളിലത്തെ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഇൻകം ടാക്സ് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം 1 ലക്ഷത്തിൽ കൂടുതൽ അടച്ച പാർട്ടിയാണെങ്കിൽ ഒഴിവാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് GSTയിൽ റീഫണ്ട് ലഭിച്ച പാർട്ടിയാണെങ്കിൽ, കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 ലക്ഷത്തിൽ കൂടുതൽ റീഫണ്ട് ലഭിച്ച, അൺയൂട്ടിലൈസ്ഡ് ITC പ്രകാരം റീഫണ്ട് ലഭിച്ച പാർട്ടിയാണെങ്കിൽ അവരും ഒഴിവാണ്. ഇനി തേർഡ് നോക്കുക, വേർ ഇൻ cumulatively up to the said month in the current financial year registered person has discharged their output tax liability in cash which is in excess of 1% of the total output tax liability. നോക്കുക, മൂന്നാമത്തത് ഇനി കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏപ്രിൽ തൊട്ടിട്ട് ഡിസംബറിലെ റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. അങ്ങനെ ഏപ്രിൽ ടു ഡിസംബർ നോക്കുന്നതാണെങ്കിൽ, കുമുലേറ്റീവ്ലി നോക്കുന്നതാണെങ്കിൽ നമുക്കുള്ള ഔട്ട്പുട്ട് ലയബിലിറ്റിയുടെ 1%ൽ കൂടുതൽ നമ്മൾ ക്യാഷ് പ്രകാരം അടച്ചിട്ടുണ്ടെങ്കിൽ, നോക്കുക, ഈ വരുന്ന റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ 2020 തൊട്ടിട്ട് ഡിസംബർ 2020 വരെ, ഏപ്രിൽ 2020 തൊട്ടിട്ട് ഡിസംബർ 2020 വരെ നിങ്ങളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കൂട്ടുക. എന്നിട്ട് കുമുലേറ്റീവ്ലി ആ എമൗണ്ട് അതിന്റെ 1% ക്യാഷ് പ്രകാരം നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മാസത്തെ നോക്കിയിട്ടല്ല, കുമുലേറ്റീവ്ലി ആണ്, അതിന്റെ 1% നോക്കുക. അത്രയും എമൗണ്ട് കുമുലേറ്റീവ്ലി ക്യാഷ് ത്രൂ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് റൂള് പാലിക്കണ്ട? ന്യൂ റൂള് 86 ഫോളോ ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഇല്ല എന്നർത്ഥം. അപ്പോൾ ഈ 3 പോയിന്റ് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പാലിക്കണ്ട? റൂൾ 86B നിങ്ങളെ ബാധിക്കുന്നതല്ല. അപ്പൊ കണ്ടീഷൻ ഏതാണ്? ഒന്നാമത്തെ കണ്ടീഷൻ 50 lakhന് മുകളിൽ ടാക്സബിൾ സപ്ലൈ, ഏതൊഴികെ എക്സംപ്റ്റഡും എക്സ്പോർട്ടും ഒഴികെയുള്ള നിങ്ങളുടെ ടാക്സബിൾ സപ്ലൈ 50 lakhന് മുകളിലാണെങ്കിൽ നിങ്ങൾ ഏതിന് ബാധ്യസ്ഥനായി? റൂൾ 86B ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥനായി. ഇനി ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങളെ ബാധിക്കുന്നതാണ്, നിങ്ങൾ അതിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് അത് എഫക്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഏത് ഫോളോ ചെയ്യേണ്ട? ന്യൂ റൂൾ 86B നിങ്ങളെ ബാധിക്കില്ല. ഒന്നാമത്തെ പറഞ്ഞു, പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പ്രൊപ്പറേറ്റർ, കമ്പനി ആണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, ഫേം ആണെങ്കിൽ എനി ഓഫ് 2 പാർട്ട്ണർ,
കഴിഞ്ഞ 2 സാമ്പത്തിക വർഷം 1 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ടാക്സ് ഇനത്തിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ റൂള് ഫോളോ ചെയ്യേണ്ട. സെക്കൻഡ് എന്താണ്? റീഫണ്ട് ഇനത്തിൽ. എങ്ങനെയുള്ള റീഫണ്ട്? അൺയൂട്ടിലൈസ്ഡ് ITC പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം 1 ലക്ഷത്തിൽ കൂടുതൽ റീഫണ്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഏത് ഫോളോ ചെയ്യേണ്ട? 86B ഫോളോ ചെയ്യേണ്ട. ഇനി മൂന്നാമത്തേതിൽ റണ്ണിങ് ഇയർ, ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ ടു ഡിസംബർ നോക്കുന്നതാണെങ്കിൽ കുമുലേറ്റീവ്ലി അവരുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ 1% കൂടുതൽ ക്യാഷ് പ്രകാരം അടച്ചിട്ടുണ്ടെങ്കിൽ അവരും ഏത് ഫോളോ ചെയ്യേണ്ട? ന്യൂ റൂൾ 86B ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നോക്കുക, നാലാമത്തത് വേർ ദ ടാക്സ് പെയർ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ എ ലോക്കൽ അതോറിറ്റി ഓർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇനി നാലാമത്തെ പറയുന്നത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീമാണെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ ഏത് അപ്ലൈ ചെയ്യില്ല? റൂൾ 86B അവർക്കും അപ്ലൈ ആവില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നാണ്, ഈ എല്ലാ കണ്ടീഷനും അപ്ലൈ ആണെന്നല്ല പറയുന്നത്, ഇതിൽ ഒന്നാമത്തത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടത് വരുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്ത് ഒഴിവായി. ഇനി രണ്ടാമത്തെ പോയിന്റാണ് അവരെ ബാധിക്കുന്നതെങ്കിൽ, ഏത് റീഫണ്ടുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവർ അതിൻ്റെ അകത്ത് ഒഴിവായി. ഇനി മൂന്നാമത്തെ കുമുലേറ്റീവ്ലി ഈ പോയിന്റാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അകത്തും 86B ഈ പാലിക്കുന്നതിൽ നിന്നും ആ ബാധ്യതയിൽ നിന്നും രജിസ്റ്റേർഡ് പാർട്ടി ഒഴിവായി. ഇനി ടാക്സ് പെയർ എങ്ങനെയുള്ള ആളാണെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റോ പബ്ലിക് സെക്ടറോ ലോക്കൽ അതോറിറ്റിയോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ ആണെങ്കിൽ റൂൾ 86B ഫോളോ ചെയ്യേണ്ട കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ ക്യുമുലേറ്റീവിലുള്ളത് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. എക്സാമ്പിൾ നോക്കുക, മെസ്സസ് ആര്യ ട്രേഡേഴ്സ് ഇൻ ദ ഫൈനാൻഷ്യൽ ഇയർ 2020-21 their output tax liability comes to rupees 10 lakh and a taxpayer deposited rupees 11,000. അതായത് ഇതിന്റെ 1%ൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ ഇവിടെ എന്താ പറയുന്നത്? ക്യുമുലേറ്റീവ് ആയിട്ട് 1%ൽ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 1% എത്രയാ? 10 ലാഖിന്റെ 1% എന്ന് പറയുന്നത് 10,000 ആണ്. ഇവിടെ 11,000 ആര്യ ട്രേഡേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ക്യാഷ്. ദെൻ ദിസ് റൂൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അത് മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി എക്സാമ്പിളിലൂടെ വിശദീകരിച്ചതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീ പോയിന്റ്സ് 2-3 കീ പോയിന്റ്സ് ഉണ്ട്, അതുകൂടി ഓർക്കണം. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എവറി ടാക്സ് പെയർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ നോട്ടിഫിക്കേഷനിൽ വേറെയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. എല്ലാം ഒരുമിച്ച് വായിച്ചിട്ട് ആൾക്കാർ ടാക്സ് പേയേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഇതിലുള്ള ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആകെ കൺഫ്യൂഷനിലാണ്. അപ്പൊ ആലോചിക്കുക, ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എവറി ടാക്സ് പെയർ. ഈ 86B എന്ന് പറയുന്നത് എല്ലാ ടാക്സ് പെയർക്കും വരുന്ന ഒരു റൂൾ അല്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. എപ്പോഴേ വരുന്നുള്ളൂ? ആപ്ലിക്കബിൾ ഓൺലി ഓൺ ദ ടാക്സ് പേയേഴ്സ് ഹാവിംഗ് എ ടേൺ ഓവർ ഓഫ് above rupees 50 lakh in that month. നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സംപ്റ്റഡും എക്സ്പോർട്ടും ഒഴികെയുള്ള ടാക്സബിൾ ടേൺ ഓവർ 50 ലാഖിന് മുകളിൽ വരുന്ന പാർട്ടിക്കാണ് ഏത് വരുന്നുള്ളൂ? റൂൾ 86B ഫോളോ ചെയ്യാൻ, അത് പാലിക്കാനുള്ള ബാധ്യത വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കും വരുന്നതല്ല. വളരെ ചെറിയ പാർട്ടിയൊക്കെ, അതായത് 50 ലാഖിന് കുറവ് ടേൺ ഓവർ വരുന്ന ഒരു പാർട്ടി ആണെങ്കിൽ ഇതിനെപ്പറ്റി ബോധപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് ഈ റൂള് വരില്ല. അവർക്ക് ഇത് വരുന്നില്ല എന്നർത്ഥം അവരുടെ 100% എലിജിബിൾ ITC അവർക്ക് യൂസ് ചെയ്യാന്നർത്ഥം. അപ്പൊ ഈ 99 റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ 1% ക്യാഷ് കൊണ്ട് തന്നെ ഔട്ട്പുട്ട് ലയബിലിറ്റി അടക്കണം എന്ന് പറയുന്ന റൂള് വരുന്നത് ഈ എല്ലാവർക്കും വരുന്നില്ല. ഈ ആർക്കേ വരുന്നുള്ളൂ? ആപ്ലിക്കബിൾ ഓൺലി ഓൺ ദ ടാക്സ് പേയേഴ്സ് ഹാവിംഗ് എ ടേൺ ഓവർ ഓഫ് above rupees 50 lakh in that month. 50 ലക്ഷത്തിന്റെ മുകളിൽ എക്സെപ്റ്റഡും എക്സ്പോർട്ടും ഒഴികെയുള്ള ടേൺ ഓവർ വന്ന പാർട്ടിക്ക് മാത്രമേ ഏത് വരുന്നുള്ളൂ? റൂൾ 86B വരുന്നുള്ളൂ, അല്ലാതെ എല്ലാ പാർട്ടിക്കും വരുന്നില്ല. ഇനി സെക്കൻഡ്, ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എവറി മന്ത്. ഇനി ഒരിക്കൽ വന്നു, ഇനി എല്ലാ മാസവും വരുവോ? ഇല്ല. ഓരോ മാസവും 50 ലാഖിന്റെ മുകളിൽ, അതായത് എവറി മന്ത് ഇത് ചെക്ക് ചെയ്യണം എന്നർത്ഥം. അതായത് തേർഡ് പോയിന്റ് പറഞ്ഞത് rupees 50 lakh ലിമിറ്റ് ടു ബി ചെക്ക്ഡ് ഫോർ ഈച്ച് മന്ത്. ഓരോ മാസവും 50 ലാഖ് വരുന്നുണ്ടോ നോക്കണം. കാരണം ഒരു മാസം വന്നു, അടുത്ത മാസം ഇനി 49 ഉള്ളൂ, അല്ലെ 48 ലാഖേ ഉള്ളൂ എങ്കിൽ ആ മാസം
ഈ റൂൾ 86B ഫോളോ ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കില്ല. അങ്ങനെ ഓരോ മാസവും ചെക്ക് ചെയ്തുകൊണ്ട് പോകണം. അതായത് എല്ലാ മാസവും ഒരിക്കൽ വന്നത് കൊണ്ട് തന്നെ എല്ലാ മാസവും വരണമെന്നില്ല എന്നർത്ഥം. ₹50 lakh ലിമിറ്റ് ടു ബി ചെക്ക്ഡ് ഫോർ ഈച്ച് മന്ത്, എല്ലാ മാസവും ചെക്ക് ചെയ്യണം. അപ്പോൾ റൂൾ 86B എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതായത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങളിത് പാലിക്കാൻ ബാധ്യത നിങ്ങൾക്കുള്ളത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാകുന്നത് എന്ന് നമ്മൾ വളരെ വിശദമായിട്ട് നോക്കി. ആക്ച്വലി ഇത്തരം ഒരു റൂൾ കൊണ്ടുവന്നിരിക്കുന്നത് GST ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രോഡുലന്റ് ആയിട്ട് ITC ക്ലെയിം ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം. അതായത് ഒരുപാട് വലിയ ബിസിനസ്സുകാർ അവരുടെ തെറ്റായിട്ട് ITC ക്ലെയിം ചെയ്യുന്നതിൽ നിന്ന് തെറ്റായിട്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു ITC അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫ്രോഡുലന്റ് ആയിട്ട് തെറ്റായ രീതി സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ITC ക്ലെയിം ചെയ്യുന്നുണ്ട്. അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇതിന്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ റൂളിന്റെ പിന്നാമ്പുറം. പക്ഷെ ഇത് ജെന്യുവനായിട്ട് പോകുന്ന ഒരുപാട് പാർട്ടിക്ക് ഇത് അവരുടെ അതായത് സത്യസന്ധമായിട്ട് റൺ ചെയ്യുന്ന ഒരുപാട് പാർട്ടിക്ക് ഈ റൂള് വന്നു ചേരുകയാണെങ്കിൽ അവർ വീണ്ടും കയ്യിൽ ITC ഉള്ള സമയത്തും ഒരുപാട് ക്യാഷ് കണ്ടെത്തണം. എന്തിനു വേണ്ടിയിട്ട്, മന്ത്ലി ഉള്ള ഈ ടാക്സ് പേ ചെയ്യാൻ, ഈ 1% ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ക്യാഷ് കണ്ടെത്തേണ്ട ഒരു ബാധ്യത കൂടി അവർക്ക് വന്നു ചേരുകയാണ്. മാത്രമല്ല നമുക്കറിയാം ഈ ഇതിനോടൊപ്പം തന്നെ 1/1/2021 പുതുവർഷത്തിൽ നിങ്ങൾക്കറിയാം വേറൊരു ITCയുടെ റൂൾ ഉണ്ടായിരുന്നു, റൂൾ 36 സബ് റൂൾ 4 എന്ന് പറഞ്ഞിട്ട്. അത് ആദ്യം എലിജിബിൾ ആയിട്ടുള്ള ITC പ്ലസ് ഒരു 20% എടുക്കാനുള്ള പെർമിഷൻ ആയിരുന്നു. പിന്നെ അത് എന്തായി 10%ലേക്ക് എത്തി. അതായത് റണ്ണിങ് ലാസ്റ്റ് സമയം വരെ 36 സബ് റൂൾ 4 എന്ന് പറയുന്നത് എലിജിബിൾ ITC പ്ലസ് അതിന്റെ 10% ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതുവർഷത്തിൽ നിങ്ങളെ വരവേൽക്കുന്നത് ഇനി അത് 10% അല്ല 5% നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്ത കൂടിയാണ്. അതായത് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് റൂൾ വരുന്നുണ്ട്. മാത്രമല്ല അത് ഈ നോട്ടിഫിക്കേഷൻ എല്ലാം മറ്റു കുറച്ച് പോയിന്റ്സ് അടുത്ത ക്ലാസ്സുകൾ നമുക്ക് വിശദമായിട്ട് കാണാനുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കുറച്ച് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട മെയിൻ 2 പോയിന്റ്, ഒന്ന് ഈ റൂൾ 86B, 2 റൂൾ 36 സബ് റൂൾ 4 എന്ന് പറഞ്ഞ 10% ITC ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ആ 10ൽ നിന്ന് 5ലേക്ക് എത്തിയിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇതിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. കാരണം ഓൾറെഡി തന്നെ വളരെയധികം ഞെരുക്കത്തിലേക്കുന്ന ഒരു ബിസിനസ് സമൂഹത്തിന് ഇത് ഒരു ഇരുട്ടടി പോലെ തന്നെ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും ഒരുപാട് അവരുടെ പരാതികളൊക്കെ അയക്കും എന്ന് കരുതാം. ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ സംശയങ്ങളും കാര്യങ്ങളും ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ശക്തമായ ഒരുപാട് റൂളുകൾ. കാരണം ഇത് മാത്രമല്ല, ഈ ITC ക്ലെയിം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഹിയറിംഗ് ഒന്നും ഇല്ലാതെ, അതായത് SSCയിൽ അല്ലെങ്കിൽ ടാക്സ് പെയറിൽ നിന്ന് ഒരു വിശദീകരണം ഒന്നും എടുക്കാതെ അവരുടെ GST രജിസ്ട്രേഷൻ കട്ട് ചെയ്യാനുള്ള ഒരു അധികാരം കൂടി GST ഓഫീസർക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു പോയിന്റ് കൂടി ഈ നോട്ടിഫിക്കേഷനിൽ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ 94 എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ അങ്ങനെ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള കുറെ പോയിന്റുകളാണ് പുതുവത്സരത്തിൽ ബിസിനസ്സുകാരെ കാത്തു നിൽക്കുന്നത്. ഇതിനൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും, എല്ലാ ബിസിനസ്സുകാർക്കും കഴിയുമാറാട്ടെ എന്ന് മാത്രം ഇപ്പോഴും പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.